കർമ്മം എങ്ങനെ ചെയ്യണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് കർമ്മഫലത്തെ എങ്ങനെ സ്വീകരിക്കണമെന്നതും. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് വിജയവും പരാജയവും. ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അതിനെ ഒരു സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ നമ്മൾ തയ്യാറാവണം. മറ്റുള്ളവർക്ക് വിജയവും പരാജയവും വരുമ്പോൾ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ തളർന്നു പോവാറില്ലല്ലോ. നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും കഴിയുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ സാക്ഷിഭാവത്തിലാണ്. അതിനാൽ നമുക്ക് കുറച്ചുകൂടി വിവേകത്തോടെ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാനും വിവേകത്തോടെ അടുത്ത വഴിയെപ്പറ്റി ചിന്തിക്കാനും സാധിക്കും. അത് നമ്മുടെ കാര്യത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയണം. അതായത് വരുന്നതെന്തായാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. സുഖത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ടോ ദുഃഖത്തിൽ നിന്നും ഒളിച്ചോടുന്നത് കൊണ്ടോ കാര്യമില്ല. രണ്ടും ജീവിതത്തിൽ ഉണ്ടാകും. രണ്ടിനെയും വന്നു പോവാൻ അനുവദിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. അതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ വെടിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിഷ്ടമുള്ളത് സംഭവിക്കുമ്പോൾ മാത്രം സന്തോഷിക്കുന്നതിനു പകരം വരുന്നതിനെയെല്ലാം ഇഷ്ടമോ അനിഷ്ടമോ നോക്കാതെ സ്വീകരിക്കാനും നേരിടാനും തയ്യാറാവുകയാണ് നാം ചെയ്യേണ്ടത്.